ഹായ് ഗൈസ്, ഇസ്മിക്കോ ഹോസ്പിറ്റലിലേക്ക് സ്വാഗതം. ഓണമായിട്ട് നമുക്കൊരു ഓണസദ്യക്കുള്ള സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, സദ്യയുടെ അവിഭാജ്യ ഘടകമായ കാളൻ, കുറുക്ക് കാളൻ. അതിന് വേണ്ടിയിട്ട് മിൽമയുടെ പരസ്യം കേട്ടോ, തൈര് ഒരു 1/2 ലിറ്റർ, ബീറ്റ് ചെയ്യുന്നു വേണ്ട, ഇങ്ങനെ സ്പൂൺ കൊണ്ട് ബീറ്റ് ചെയ്തെടുത്താൽ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏത്തക്ക ഒരെണ്ണം തൊലിയിൽ കളഞ്ഞ് കഷ്ണങ്ങളാക്കി, ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് ഏത്തക്ക ഒരെണ്ണം മതി. ഇത് 4 പച്ചമുളക്. എന്നാൽ നമ്മൾ മുളകൊന്നും ആഡ് ചെയ്യാത്ത കാരണം പച്ചമുളക് എരിവിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ, നിങ്ങളുടെ ആവശ്യത്തിന്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതിൻ്റെ അരപ്പായിട്ട് ഒരു 1.5 കപ്പ് തേങ്ങ, ചെറിയൊരു മുറി തേങ്ങ, കുറച്ച് ജീരകം, ഒരു 1/2 സ്പൂൺ ജീരകം. ഇത് രണ്ടും കൂടെ അരച്ചെടുക്കണം. പിന്നെ കടുവൊക്കെ കടുക് താളിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, താളിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുന്നത് അറിയില്ല, കടുക് വറക്കാൻ വേണ്ടി, നമ്മുടെ ഭാഷ പറയാം. കടുക് വറക്കാൻ വേണ്ടിയിട്ട് കടുക്, കുറച്ച് ഉലുവ ഒരു വേറൊരു ഫ്ലേവർ കിട്ടും അതിൻ്റെ കറിയുടെ ഇതിൽ. പിന്നെ കറിവേപ്പില, വട്ടലമുളക് മതി. പക്ഷെ എൻ്റെ അടുത്ത് ഈ ഉണക്കക്കാന്താരി ഇരിപ്പുണ്ട്, ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഉണക്കാന്താരി ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ നിന്ന് അരച്ചിട്ട് വരാം. ഇതൊക്കെ ഇടയിൽ വെച്ചിരിക്കണം. ഒന്ന് അരച്ചിട്ട് നമുക്ക് ഉപ്പിലേക്ക് പോകാം. ആദ്യം നല്ല രീതിയിൽ, നല്ല വെണ്ണ പോലെ അരച്ചിടണം, നല്ല രീതിയിൽ അരച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കിങ് തുടങ്ങാം. ആദ്യം നമുക്ക് സ്റ്റവ് കത്തിക്കാം. അതിലേക്ക് ഒരു മൺചട്ടി എടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും, ഇത്തിരി ഏത്തക്ക, പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒന്ന് വേവിച്ച് പരിചരിക്കാം. ഏത്തക്ക ഏകദേശം വെന്തിട്ടുണ്ട്, നോക്കാം. വെന്തതിൻ്റെ വെള്ളമൊക്കെ കട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരപ്പ്, നമുക്കിതിലേക്ക് തേങ്ങ അരച്ചിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. കൊടുക്കുക. നന്നായിട്ട് നിളക്കിയിട്ട് കുറച്ച് ഇതിനൊന്ന് വെക്കാം. വെക്കാൻ വേവിക്കാൻ ഇതൊന്ന് തിളച്ച് തീ കുറച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം അരപ്പ് ഏകദേശം വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനു മുമ്പ് തീ ഓഫ് ചെയ്യണം. തിളക്കുകയാണെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യത, അതുകൊണ്ട് ഇരിക്കാൻ വേണ്ടി തീ ഓഫ് ചെയ്തു. ഒന്ന് തണുത്തോട്ടെ. മോര് കറി വെക്കുമ്പോൾ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം അതാണ്, പെരുത്ത് പോയത്. കിളയൊന്ന് മാറി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് സംസാരിക്കുന്നത്. അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്, സാരമില്ല, നമുക്ക് വഴിയെ ശരിയായെടുക്കാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. നമുക്ക് ദയവേത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഏകദേശം ഒന്ന് തണുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ എടുത്തിരിക്കുന്ന തൈര്, ഇത് ഏകദേശം 1/2 ലിറ്റർ ഉണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. പിടിച്ചുകൊണ്ടിരുന്ന് നല്ല രീതിയിൽ നല്ലപോലെ ഇളക്കി കൊടുക്കുക. കാരണം നമ്മൾ മിക്സിയിലിട്ട് അടിക്കാത്ത കാരണം ചെറിയ കട്ടകൾ കാണും, നമ്മൾ ഇളക്കി പോകണം. ഈ മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ അറിയാം ഇച്ചിരി നൈസായിപ്പോൾ, നമുക്ക് ഈ ഒരു തിക്നെസ് കിട്ടില്ല. ഇതിന് മുമ്പൊന്ന് ഉടച്ചെടുത്താൽ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഈ ബീറ്റർ വല്ലതും ഉണ്ടെങ്കിൽ അതൊട്ടൊന്ന് ഉടച്ചെടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, തൈരിൻ്റെ പുളിയൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ഉപ്പിടാൻ. നോക്കട്ടെ, ഇച്ചിരി കുറവാണ്, നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. നമുക്കൊന്നുകൂടെ തീ വെച്ച് കൊടുക്കാവേ. ചെറിയ തീയിൽ ഇതിനെ ഇളക്കി വേണം. പെരുത്ത് പോയത് അവിടെ തിളപ്പിക്കരുത്, ഒരു ഇളക്കി കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ, അല്ലെങ്കിൽ പെരുത്ത് പോകാൻ സാധ്യതയുണ്ട്. ചൂടാകുകയും ചെയ്യാവുള്ളൂ, തിളക്കരുത്. ഓണത്തിനുള്ള സദ്യയുടെ തുടക്കമായിട്ട് കുട്ടികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഏകദേശം ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ തീ ഓഫ് ചെയ്യാം. തീ നമ്മൾ ഓഫ് ചെയ്യുവാണേ.
മാറ്റി വെക്കാം. കടുക് വറക്കാം. കടുക് വറക്കാൻ ചെറിയൊരു പാത്രം അത് വെച്ചു. ചൂടായി. കുറച്ച് വെളിച്ചെണ്ണ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇച്ചിരി കടുക് അടി കൊടുക്കാം. കൊടുക്കട്ടെ. അതിലേക്ക് കുറച്ച് ഉലുവ ആഡ് ചെയ്യുന്നുണ്ട്. ഉലുവ പിന്നെ നേരത്തെ പറയാൻ വിട്ടുപോയി, ഒരു ശകലം ചെറുള്ളി അരിഞ്ഞെടുക്കും. നമ്മൾ നോക്കുമ്പോൾ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ ആദ്യം എടുത്ത് വെച്ച ഉണക്ക കാന്താരി. അപ്പം തീ ഓഫ് ചെയ്യാം. നമുക്ക് പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മോരുകറിയല്ല, കാളൻ, കുറുക്ക് കാളൻ റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ശരിക്കുള്ള പ്രോത്സാഹനമാണ് നമ്മുടെ പ്രചോദനം. അതുകൊണ്ട് പരന്ന രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക. ഇപ്പോൾ ഈ വരുന്ന ഓണത്തിന് എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇസ്മിക്കോ സൈനിങ് ഓഫ്. ബൈ ബൈ. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.